ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ദോശയാണ്. ചീസ് ദോശ. കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ചീസ് ദോശ തയ്യാറാക്കുന്നതിന് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ദോശമാവും ചീസുമാണ്. ദോശമാവ് നമ്മൾ അരിയും ഉഴുന്നും കൂടി വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്ത് അരച്ചെടുത്തിരിക്കുന്ന ദോശമാവാണ്. മസാല ദോശയുടെയൊക്കെ കൂട്ടാണത്. പിന്നെ നമുക്ക് കുറച്ച് ചീസും ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനില്ലെങ്കിൽ ഒരു ദോശക്കല്ലായാലും മതി. അത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഒരു തവി ദോശമാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തീയൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം. ഇതിൻ്റെ വെള്ളം ഒന്ന് പതുക്കെ വറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ഇതുപോലെ കട്ടിയായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഉരുക്കി ഇത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ബട്ടർ ഒന്ന് എല്ലാ സ്ഥലത്തും ഈ ദോശയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചീസ് ഇതുപോലെ ഒന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് ഇട്ട് കൊടുക്കാം. ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വറ്റൽമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പൊടിച്ചല്ല, അങ്ങനെ ചതച്ചെടുത്തത് കേട്ടോ, അത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതെടുത്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചീസ് ദോശ ഒന്ന് കുറച്ചും കൂടി റിച്ച് ആകാൻ വേണ്ടി നമുക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ക്യാരറ്റിൻ്റെ ഒപ്പം തന്നെ ഇതിൽ ക്യാപ്സിക്കോ അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ ദോശയുടെ അടിഭാഗം ഇതുപോലെ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഇത് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ചീസ് ദോശ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള ദോശ എക്സ്പീരിയൻസ് ചെയ്യേണ്ടവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ ഈസി ആയതിനാൽ എല്ലാവർക്കും തയ്യാറാക്കാൻ സാധിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എന്നിവ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.